ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ കാർത്തികയുടെ വിവാഹം അതീവ രഹസ്യമായി തന്നെ എല്ലാവരും ചേർന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാർത്തികയുടെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ ദിലീപിന്റെ കൂട്ടുകാരും അമ്മയും മാത്രമാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതും ആർക്കും പരിചയമില്ലാത്ത ചെറിയൊരു ഹാള്, അതും തന്നെയല്ല കുറെ ഉള്ളിലോട്ട് പോയിട്ടുള്ള ഒരു ഹാളൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും കാർത്തികയെ അണിയിച്ചൊരുക്കുകയും അനിയത്തിമാരെല്ലാവരും കൂടി താഴേക്ക് കൊണ്ടുവരികയാണ്. പ്രകാശൻ അപ്പോഴും ടെൻഷനാണ്. ആരെങ്കിലും എന്തെങ്കിലും മണത്തറിയുമോ, രതീഷിനോടും അതുപോലെ വേലുവിനോടും ഒക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളണം എന്നൊക്കെ. എന്തായാലും കിരൺ ഇവിടെ വീട്ടിലൊന്നും തന്നെ ഇല്ല. കിരൺ വണ്ടിയും എടുത്ത് ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വല്ലതും അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവന്റെ വല്ല കൂട്ടുകാർ അവിടെ ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി തന്നെ. എന്തായാലും പോലീസിനെ ഒന്നും ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കല്യാണം മുടങ്ങി എന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ദിലീപിനെ പഴിക്കുന്ന ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഗംഗ അതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെ കാർത്തികയുടെ കഴുത്തിൽ ദിലീപ് താലി കെട്ടുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതിന് ശേഷം പിന്നെ ഗംഗയ്ക്ക് ഉറക്കമില്ല. ഗംഗ എന്തിനാ അങ്ങനെ ഒരു സ്വപ്നം താൻ കണ്ടത്, അത് നടക്കുമോ എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ്. എന്തായാലും അവന്റെ കൂട്ടുകാരുമാരെല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്താ ഇത്, നീ ഒന്നും മിണ്ടാതിരുന്നേ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് തണുപ്പിച്ച് അങ്ങനെ ഇരുത്തുകയാണ്. എന്തായാലും ഗംഗയ്ക്ക് പുറത്ത് വേറെ കുറെ ഫ്രണ്ട്സ് എല്ലാവരും ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശനൊക്കെ താഴെ അങ്ങനെ ഇരിക്കുകയാണ്, അമ്മൂമ്മയൊക്കെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് നേരെ നമ്മുടെ കല്യാണി അതുപോലെ ലക്ഷ്മി അമ്മയും കാർത്തുവും പിന്നെ അമലവും കൂടിയിട്ട് കാർത്തികയെ താഴോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ നേരെ കൊണ്ടുവരുന്നിട്ട് അണിഞ്ഞൊരുങ്ങിയ നമ്മുടെ കാർത്തികയെ കണ്ടിട്ട് പ്രകാശന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ അമ്മൂമ്മയുടെയും. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ അച്ഛന് തന്നെയാണ് ദക്ഷിണ കൊടുക്കുന്നത്. അങ്ങനെ പ്രകാശന്റെ കാലിൽ വീഴും. ദക്ഷിണ കൊടുത്ത് പ്രകാശൻ നിറഞ്ഞ മനസ്സോടുകൂടി കൈവച്ച് തലയിൽ അനുഗ്രഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മി അമ്മയ്ക്കും പിന്നീട് നമ്മുടെ അമ്മൂമ്മയ്ക്കും അതുപോലെ തന്നെ ബാക്കി വയസ്സിന് മൂത്ത ആൾക്കാർക്ക് എല്ലാവർക്കും അവളങ്ങനെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവിടെ കിരൺ ഉണ്ടായിരിക്കില്ല. അങ്ങനെ കിരണിന്റെ അനുഗ്രഹം ഒന്നും ആ സമയത്ത് വാങ്ങിക്കുന്നില്ല. എന്തായാലും വേഗം തന്നെ പോകാം, ചെറുക്കനും കൂട്ടനും അവരിൽ നിന്നും പുറപ്പെട്ടു കാണുമെന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവർ വേഗം തന്നെ തയ്യാറാക്കിയ ഏർപ്പാടാക്കി നിർത്തിയിട്ടുള്ള കാറിൽ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ ഒരു ഹാളിലേക്ക് അവർ പോകുന്നുണ്ട്. എല്ലാവരും കണ്ണും ചുറ്റിലും തന്നെയാണ്. ഇവിടെ നിന്ന് ഈ വീട്ടിൽ ചുറ്റും ആരുടെയെങ്കിലും കണ്ണുണ്ടോ, ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാഴ്ചയൊക്കെ തന്നെയാണ് എല്ലാവരും നോക്കി കാണുന്നത്. എന്തായാലും അവിടെ നിന്നും ഇറങ്ങി നേരെ ഹാളിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവരുടെ കഷ്ടകാലം എന്നോണം ആ ഹാളിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ച അവന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള, അതായത് ഗംഗയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ കൂട്ടുകാരൻ കാണുകയാണ്. അതായത് കല്യാണ വേഷത്തിൽ വന്നിറങ്ങുന്ന കാർത്തികയെയും കൂടെ ഇറങ്ങുന്ന കല്യാണിയും കാർത്തികയുടെ അമ്മയും, അങ്ങനെ ഉള്ള കാഴ്ചകൾ. അവനാണെങ്കിൽ വേഷം മാറിയിട്ട് താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരു രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലക്ഷ്മിയമ്മയ്ക്കും അതുപോലെ കാർത്തികയ്ക്കും അവനെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവാനൊന്നും പോകുന്നില്ല, പരിചയമുള്ള ആളാണെങ്കിൽ പോലും. എന്തായാലും താൻ കണ്ട ഒരു കാഴ്ച ഒരു ഞെട്ടലോടുകൂടി അവൻ തിരിച്ചറിയുകയും വേഗം തന്നെ ഗംഗയുടെ അരികിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് അവിടെ ചെറുക്കനും കൂട്ടരും എത്തിയിട്ടില്ല. അപ്പം എന്തായാലും ഇവരല്ല ആദ്യം വന്നിട്ടുള്ളത്. അങ്ങനെ ഇവർ വന്നതിന് ശേഷം അങ്ങനെ ചെറുക്കനും കൂട്ടരും എത്തുകയാണ്. അങ്ങനെ കാർത്തികയെ വേഗം ഹാളിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അതിനുശേഷം ദിലീപ് വന്നിറങ്ങുമ്പോൾ ദിലീപിന്റെ മാലയിട്ട് ദിലീപിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അമ്മയുടെ മുഖത്ത്, അതായത് ദിലീപിന്റെ അമ്മയുടെ മുഖത്ത് നല്ല ടെൻഷൻ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി അവരങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്.
അപ്പം നമ്മുടെ ഭാനുമതി അമ്മ, അതായത് അമ്മൂമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹത്തിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരും ഈ വിവാഹം നടത്താമെന്ന് നിങ്ങൾ സമ്മതിച്ചത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് വരും. അതായത് മകനെ ആ ഒരു തീരുമാനത്തിൽ നിന്നും ഒരമ്മ എന്ന നിലയ്ക്ക് മാറ്റുകയാണ്. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ തൊഴുതു നിൽക്കേണ്ടതാണ് ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഭാനുമതി അമ്മ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്കിതിനോട് അറിയാലോ, എനിക്കിതിനോട് ആദ്യമേ താല്പര്യം കുറവുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ അച്ഛൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇവരോടൊക്കെ. പക്ഷേ എൻ്റെ മോൻ പറഞ്ഞതുപോലെ തന്നെ ആ അച്ഛനെ കൊന്ന് അവൻ ജയിക്കാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ആ മോളെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോനുക്ക്, അതുകൊണ്ട് തന്നെയാണ് ഞാനിതിന് കൂട്ടു നിൽക്കുന്നത്. പക്ഷേ ഈ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെയും അതുപോലെ തന്നെ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതിരുന്നാൽ മതിയായിരുന്നു അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ്. മോള് വിഷമിക്കാതിരിക്കുക, ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ ദിലീപിന്റെ അമ്മയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഗംഗയുടെ കൂട്ടുകാരൻ കണ്ട ആ ഒരു കാഴ്ച, ഗംഗ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടിക്കതച്ച് വരികയാണ് അവൻ. അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗയാണെങ്കിൽ ഒരു കണ്ണാടൊക്കെ വെച്ചിട്ട് മുഖത്തൊരു കണ്ണാടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ന്യൂസ് ഉണ്ട് പറയാനായിട്ട് എന്ന് പറയുന്നു. എന്താടാ എന്ന് ചോദിക്കുമ്പോൾ, അതെ ആ കാർത്തിക അവൾ കല്യാണ വേഷത്തിൽ വന്ന് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ആ കാറിൽ കൂടെ ഉണ്ടായിരുന്നത് കല്യാണിയും കാർത്തികയുടെ അമ്മയും ഒക്കെയാണ്. അവൾ കല്യാണത്തിന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ ഗംഗ ഞെട്ടിത്തെരിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത്, അവളുടെ കല്യാണമാണെന്നോ? അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ദിലീപ് ആയിരിക്കില്ല ചെറുക്കൻ. ദിലീപ് എന്തായാലും ഇതിൽ നിന്ന് പിന്മാറിയില്ല. പെട്ടെന്ന് പിന്നെ ആരെയാണ് അവർക്ക് പെട്ടെന്ന് ആരെയാണ് കല്യാണം കഴിക്കാൻ കിട്ടിയത്? എന്തായാലും അവളുടെ കഴുത്തിൽ ആരായാലും താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗംഗയുടെ കൂട്ടുകാരും ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. മറ്റൊരു വേഷത്തിലാണെങ്കിൽ പോലും അവരവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പ്രകാശൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പ്രകാശൻ പറയുന്നുണ്ട്, എടോ നമ്മുടെ രതീഷിനോട് പറയുകയാണ്, ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്തോ ലീക്കായ പോലെ, ആരോ നമ്മളെ ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ളത് പോലെ എനിക്ക് എന്തോ ടെൻഷൻ ആകുന്നു എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. അപ്പൊ വേലു പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വരട്ടെ സാറേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈകൊണ്ട് അവൻ്റെ മരണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വേലു പറയുന്നുണ്ട്. എന്തായാലും വേലുവിൻ്റെ തൊട്ടരികിലായി തന്നെ അമലവും നിൽക്കുന്നുണ്ട്. അമലവും നല്ല ധൈര്യത്തിൽ തന്നെയാണ്, കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളയണമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് അമലവും നിൽക്കുന്നത്. അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് വരികയാണ് ദിലീപും അതുപോലെ കാർത്തികയും കൂടി. അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേ സമയത്ത് താലിയെടുത്ത് നമ്മുടെ ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി ചാർത്തുകയും ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും ഗംഗയ്ക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നതും. അതുപോലെ ഗംഗ ആ താലി ചാർത്തുന്ന ആ ഒരു കാഴ്ച കണ്ട് ഹൃദയം നടുങ്ങിപ്പോകുന്ന നിലയിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, താൻ ഇത്രയും നാൾ ഓരോരുത്തരെ ഇല്ലാതാക്കിയതൊക്കെ ഈ ഒരു കല്യാണം തടയാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ പ്രതീക്ഷകൾ തകർത്ത് ഗംഗയ്ക്ക് വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഗംഗ അവിടെ വന്നുപെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരികെ ജീവനോടുകൂടി ഗംഗ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.